വളരെ ഹൃദയഭേദകമായ ഒരു വാർത്ത പുറത്തുവരുന്നു. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവങ്ങലിന്റെ ഭാര്യ ത്രേസ്യാമ്മ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ചേർത്തല ട്രഷറിയിൽ പെൻഷൻ വാങ്ങാനായി ക്യൂ നിൽക്കുന്നതിനിടെയാണ് കുഴഞ്ഞു വീണത്. ട്രഷറി ജീവനക്കാരൻ ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതേസമയം പോക്സോ കേസിൽപ്പെട്ട് ഇപ്പോഴും പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവങ്ങൽ ജയിലിൽ തന്നെയാണ്. ഈ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തെങ്കിലും അത് നിരസിക്കുകയാണ് ചെയ്തത്. മോൺസൺ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ശിക്ഷാവിധി ശരിവെക്കുന്ന തെളിവുകൾ മോൺസണെതിരെ ഉണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയുടെ നടപടിയും. എറണാകുളം ജില്ലാ പോക്സോ കോടതി മോൺസൺ മാവങ്ങലിനെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്കാണ് വിധിച്ചത്. ഇതിന് പിന്നാലെയാണ് ഈ ശിക്ഷ മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മോൺസൺ ഹൈക്കോടതിയെ സമീപിച്ചത്. വളരെയധികം ഹീനകരമായ കുറ്റകൃത്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ഹർജി തള്ളിയതും. അതായത് 2019 ഈ സംഭവം നടക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ജീവനക്കാരിയുടെ മകളെ പീഡിപ്പിച്ചു എന്നാണ് കേസ്. എറണാകുളത്തെ മോൺസന്റെ വീട്ടിൽ കൊണ്ടുവന്നാണ് പെൺകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കേസ് അന്വേഷിക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തുടർ വിദ്യാഭ്യാസ വാഗ്ദാനം ചെയ്ത് കലൂരിലെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്തതാണ് കേസ്. പരാതിയെ തുടർന്ന് എറണാകുളം നോർത്ത് പോലീസാണ് മോൺസൺ മാവങ്ങലിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നതും. കലൂരിലെ വീട്ടിന് പുറമെ കൊച്ചിയിലെ മറ്റൊരു വീട്ടിൽ വെച്ച് പീഡനം നടന്നു. പെൺകുട്ടിക്ക് 17 വയസ്സുള്ളപ്പോഴാണ് ഈ പീഡനങ്ങളൊക്കെ നടക്കുന്നത്. മോൺസണെതിരെ ഇത്രയും കാലം ഭയം കൊണ്ടാണ് പരാതിപ്പെടാതിരുന്നതെന്നാണ് പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയും. മോൺസണുമായി അടുത്ത ബന്ധമുള്ള കുടുംബത്തിലെ കുട്ടിയെന്നാണ് വിവരങ്ങൾ. കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാം എന്ന് വാഗ്ദാനം ചെയ്താണ് ഇയാൾ കുട്ടിയെ പീഡനത്തിന് ഇരയാക്കിയത്. കലൂരിലെ വീട്ടിന് പുറമെ കൊച്ചിയിലെ മറ്റൊരു വീട്ടിൽ വെച്ചും പീഡനം നടന്നു. പെൺകുട്ടിക്ക് ഈ സമയങ്ങൾ 17 വയസ്സ് തന്നെയായിരുന്നു. മോൺസണിനെതിരെ ഇത്രയും കാലം പേടിച്ചിട്ടാണ് പരാതിപ്പെടാതിരുന്നതെന്നാണ് പെൺകുട്ടിയുടെ അമ്മ പറയുന്നത്. സംഭവത്തിൽ നോർത്ത് പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. നേരത്തെ തന്നെ സുഹൃത്തിന്റെ ലൈംഗിക പീഡന കേസ് ഒതുക്കാൻ മോൺസൺ ഇടപെട്ടിരുന്നു എന്നാണ് ആക്ഷേപം. മോൺസൺ മാവങ്ങൽ തന്നെ ഭീഷണിപ്പെടുത്തിയതായി ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശിനിയാണ് അന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ചേർത്തല സ്വദേശിക്കെതിരായി താൻ നൽകിയ ലൈംഗിക പീഡന പരാതി പിൻവലിക്കാൻ മോൺസൺ 10 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും പിന്നീട് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു യുവതിയുടെ പരാതി. ചേർത്തലയിലെ ബിസിനസ് പങ്കാളിയുടെ മകന് വേണ്ടിയായിരുന്നു മോൺസന്റെ ഈ ഇടപെടലുകൾ എല്ലാം തന്നെ. പുരാവസ്തു തട്ടിപ്പ് വീരൻ മോൺസൺ മാവങ്ങൽ നടത്തിയ തട്ടിപ്പെല്ലാം വീണ്ടും തകർന്നതോടെ ഈ പുരാവസ്തു എന്ന് പറയുന്ന സാധനങ്ങൾ എവിടെ നിന്നാണോ മോൺസൺ വാങ്ങിയത് അവിടെ തന്നെ ഇത് തിരിച്ചു നൽകാനും കോടതിയുടെ ഒരു ഉത്തരവുണ്ടായി. തുടർന്ന് ശില്പി സന്തോഷ് താൻ കഷ്ടപ്പെട്ട് പണിത എല്ലാ സാധനങ്ങളും അല്പം വൈകിട്ടാണെങ്കിലും തനിക്ക് തിരികെ ലഭിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സന്തോഷിന്റെ വസ്തുക്കൾ തിരികെ നൽകാനുള്ള ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ സാധനങ്ങളെല്ലാം തന്നെ സന്തോഷിന് കൈമാറിയത്. വ്യാജമായി നിർമ്മിച്ച മോശയുടെ അംശവടി, ശ്രീകൃഷ്ണന്റെ വെണ്ണക്കുടം, ഗണപതി എഴുതിയ മഹാഭാരതം എന്നിവയടക്കം 900 സാധനങ്ങളാണ് കൈമാറിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.